നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടി തെരച്ചിൽ തുടങ്ങി. തെരച്ചിൽ സംഘം ഫിഷറീസ് ബോട്ടിൽ പുറപ്പെട്ടു. ഒരു വള്ളത്തിലും സ്പീഡ് ബോട്ടിലുമായി കായൽ ഭാഗത്തും തെരച്ചിൽ തുടങ്ങി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. 7 ദിവസം മുമ്പ് കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തീരമേഖലയിൽ തുടരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എൻ്റെ ഈ പിന്നിൽ കാണാം, ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള ഒരു റിസർച്ചിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഒരേ സമയത്ത് കോസ്റ്റൽ പോലീസ്, അതുപോലെ തന്നെ ഫിഷറീസിൻ്റെയും മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഈ പറഞ്ഞ കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംയുക്ത പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് അതിന് ഈ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായത് ഒരമ്മയ്ക്ക് തൻ്റെ മകനെ കാണാനില്ല. അമ്മ പരാതിയുമായി കൊല്ലം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം നടത്തി, കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി. അവരവിടെ ഒരു അലമുറയിട്ടതിന് ശേഷം മാത്രമാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴെങ്കിലും ഉണർന്നത്. ആ ഉണർന്നതിൻ്റെ കൂടി ഒരു തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു അമ്മയുടെ ഒരു പോരാട്ടം, കാണാതായ മകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ആ പോരാട്ടത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഇങ്ങനെയെങ്കിലും ഒരു കോസ്റ്റ് ഗാർഡ് ഈ 7ാമത്തെ ദിവസം ഇവിടെ വന്ന് ഈ സെർച്ച് നടത്താൻ അവർ തയ്യാറാകാൻ ഒരു കാരണം. അതിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിഷേധമില്ലായിരുന്നുവെങ്കിൽ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ തന്നെ പോയേനെ. എപ്പോഴെങ്കിലും ഈ ഗൗതം കൃഷ്ണയുടെ മൃതശരീരം കിട്ടിയാൽ അങ്ങനെ കിട്ടട്ടെ എന്നുള്ളതായിരുന്നു അവരുടെയും ഒരു സങ്കല്പമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവർ കരുതിയിരുന്നത്. ഒരു അലംഭാവത്തോടുകൂടിയായിരുന്നു ഇവരുടെ ഒരു നീക്കമെന്നൊക്കെ ഒരു ആക്ഷേപം അവർ തന്നെ ഈ കുടുംബം ഒന്നാകെ ഉന്നയിക്കുകയും ചെയ്തു. എയർ ആംബുലൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ തീരക്കടലിൽ എപ്പോഴും കേരളത്തിൻ്റെ തീരക്കടലിൽ ഇതുപോലെ നിരവധി അപകടങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു എയർ ആംബുലൻസ് അല്ലെങ്കിൽ 2 or 3 എയർ ആംബുലൻസ് സംവിധാനങ്ങൾ വേണം എന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എപ്പോഴും പ്രളയകാലത്തും മറ്റും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പോകുമ്പോൾ അതേ മത്സ്യത്തൊഴിലാളി കടലിൽ ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ആ കടലിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നതിന് ഈ സംവിധാനങ്ങൾ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തങ്ങൾക്ക് നേരിടുന്ന ഈ ഒരു ദുരിതം അല്ലെങ്കിൽ ഈ ഒരു സങ്കടം മറ്റുള്ള ഒരു കുടുംബത്തിന് വരരുത് എന്നുകൂടി കരുതിയിട്ടാണ് അവർ അങ്ങനെ ഒരു ആവശ്യം തന്നെ ഉന്നയിച്ചത്. ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്ന അവരുടെ പ്രതിഷേധം 7 മണിക്ക് അവസാനിച്ചു. അവർക്ക് ഒറ്റയൊടുവിൽ പിന്തുണയുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവും അതുപോലെ DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ അവിടെ ഇരിക്കേണ്ടി വന്നു. അവരവിടെ മുദ്രാവാക്യം മുഴക്കി. ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ, ആ ജീവന് വിലയുണ്ട്, ആ മൃതശരീരത്തിനും ഒരു വിലയുണ്ട്, അത് വരണം. അതിനുള്ളൊരു ആദരം കൂടിയാണ് അവർക്ക് നൽകുന്ന, കേരളത്തിൻ്റെ സൈന്യത്തിന് നൽകുന്ന ആദരമാണ്. അതുകൊണ്ട് സെർച്ച് തുടരണം എന്ന്, സെർച്ച് നിർത്തരുത്. നിർത്തിയതിനെതിരെ ആയിരുന്നു അമ്മയുടെയും പ്രതിഷേധം, ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം, DYFIയുടെ ഒക്കെ പ്രതിഷേധം. എന്തായാലും ഇതൊരു സൂചനയാണ്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള പ്രതികൂല കാലാവസ്ഥകളുടെ ഒരു കാലം, ആ കാലത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ സംബന്ധിച്ചൊരു വ്യക്തമായ പ്ലാൻ ഗവൺമെൻറ് തയ്യാറാക്കണമെന്നാണ് ഈ കുടുംബത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യം. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തീരത്ത് ഈ പുലിമുട്ടിലും പാറയിടുക്കുകളിലും മറ്റും എവിടെയെങ്കിലും മൃതശരീരം കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന ഇപ്പോൾ ശക്തമായി തുടരുന്നുണ്ട്. കോസ്റ്റൽ പോലീസിൻ്റെ ഡ്രോൺ സംവിധാനം കൊണ്ടുവന്ന് വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഈ സ്ഥലങ്ങളിൽ മുഴുവനും ഒരു പരിശോധനയാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സെർച്ച്, അതായത് ഒരു വലിയ 2 യാനങ്ങൾ, ഒപ്പം തന്നെ ഒരു ചെറിയ ഫൈബർ ബോട്ട്, സ്പീഡ് ബോട്ട്, ആ സ്പീഡ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കായലിലും മറ്റും അവർ ഇപ്പോഴും സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ കടലിൽ ഈ അപകടം നടന്ന സ്ഥലവും മറ്റു സ്ഥലത്തേക്ക് കടലിൻ്റെ ഒരു ഒഴുക്ക് ഈ കാലാവസ്ഥയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒഴുക്കിൽപ്പെടുക, ആ ഒഴുക്ക് ഏതൊക്കെ തരത്തിൽ എങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി, അണ്ടർ കറണ്ട് കൂടി മനസ്സിലാക്കിയിട്ട്, അടിയൊഴുക്ക് കൂടി മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്തു കൂടി സെർച്ച് നടത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവരിന്ന് വന്നു. മത്സ്യത്തൊഴിലാളികൾ തന്നെ അക്കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാം പരിശോധിക്കണമെന്ന് അവർ തന്നെ അത് പറയുകയും ചെയ്തു.